നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4-0 എവർട്ടനെ അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു മത്സരത്തിൽ ചെൽസി 3-0 ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടെന്നാഗുള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്ലേയേഴ്സിനെ പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നു, അവർ അണ്ടർ പെർഫോം ചെയ്യുന്നു, കിട്ടിയ ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല, ഡിഫൻസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടാണ് അമോരം എന്ന മാനേജറെ അപ്പോയിന്റ് ചെയ്തത്. പുള്ളി വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുന്നതിന് ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ വളരെ ഏർലി സ്റ്റേജസ് ആണ്, കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എന്നിരുന്നാലും ചെറിയ മാറ്റങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ടീമിൽ കൊണ്ടുവരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമദ് ദിയാലോയുടെ ഇന്നത്തെ പെർഫോമൻസ്. പുള്ളി റൈറ്റ് വിങ്ങിൽ 100% ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവന്നു. പ്രസ് ചെയ്യുന്നു, ബോൾ റിക്കവർ ചെയ്യുന്നു, കറക്റ്റായിട്ടുള്ള റണ്ണ് നടത്തുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. ഹി വാസ് എവ്രിവെയർ ഓൺ ദ പിച്ച്. എനിക്ക് തോന്നുന്നു ഇതുപോലെ കളിക്കുന്ന യങ്സ്റ്റേഴ്സിനൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പം ആവശ്യം എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് മാത്രമല്ല, റാഷ്ഫോർഡിൻ്റെ 2 ഗോളുകൾ, സിക്സയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. എനിക്ക് തോന്നുന്നു പുള്ളി ടീമിൽ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഗോളുകൾ വരുന്നു, സെക്കൻഡ് ഹാഫിൽ 2 ഗോളുകൾ വരുന്നു. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ 10-15 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഗോൾ അടിച്ചാൽ തന്നെ ഭാഗ്യമായിരുന്നു. പക്ഷേ ഇന്ന് 11 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 5 ഷോട്ട് ഓൺ ടാർഗറ്റും 4 ഗോളുകളാണ്. ശരിക്കും പറഞ്ഞാൽ അമോറിം ഈ ടീമിനൊക്കെ പിടിച്ച് ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ക്വിക്കായിട്ടുള്ള റിലീസും പാസസും കോർഡിനേഷനും ഒക്കെ ഈ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊരു പോസിറ്റീവ് തന്നെയാണ്. അത് മാത്രമല്ല, ഡിഫൻസിൽ കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. എവർട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരുടെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഷോൺ ഡൈഷിൻ്റെ ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിഫൻസീവ് കോട്ടയായിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്യാൻ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ബേൺലിയിലൊക്കെ പ്രസിദ്ധമായിട്ട് പല ടീമിനെയും തോപ്പിച്ചിരുന്ന ഡിഫൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടീമിൽ പല പ്ലേയേഴ്സും ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് എവർട്ടൻ്റെ സൈഡിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രെയിൻ വെയ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ സൈഡിൽ നിന്ന് 2 മിസ്റ്റേക്ക് 2 ഗോളിലേക്ക് പോയി. ഒന്ന് ഡിഫ്ലക്ഷനും മറ്റ് ഒരു ഡിഫൻസീവ് മിസ്റ്റേക്കാണ്. ടർക്കോസ്കിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതും ഒരു ഗോളിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ എവർട്ടൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അത് കൃത്യമായിട്ട് മുതലാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, കോബി മൈനോക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡിന് ഒരു ചാൻസ് കിട്ടി. ഇതൊക്കെ മിസ് ചെയ്തിട്ടുള്ള ചാൻസുകളാണ്. എന്നിരുന്നാലും 4-0 ഒരു കിഡിലൻ വിക്ടറിയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയേണ്ടി വരും. എന്തായാലും പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ 19 പോയിന്റുമായിട്ട് യുണൈറ്റഡ് ആ ഒരു ടോപ്പ് 6 അടുത്തടുത്ത് വരുന്നുണ്ട്. ഗോൾ ഡിഫറൻസ് ഒരു പോസിറ്റീവിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. സാധാരണ 1 ഗോൾ അല്ലെങ്കിൽ 2 ഗോൾ മാർജിനൊക്കെയാണ് ജയിക്കാതെ. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊരു മത്സരത്തിൽ ചെൽസി 3-0 ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി. ചെൽസി പണ്ടത്തെ ചെൽസി ഒന്നുമല്ല. എസ്പെഷ്യലി മരസ്ക ആരുടെയും കണ്ണിപ്പെടാതെ ചെൽസിയെ പതുക്കെ ഒരു റൈറ്റ് സ്പീഡിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം മീഡിയ അറ്റൻഷനും മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെൽസിയുടെ മുകളിലില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. കാരണം സിറ്റിയുടെ ഡൗൺഫാള് മീഡിയ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിസ്കഷനും ടാർഗറ്റ് ചെയ്യുന്നത് സ്ലോട്ടിനെയും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെയാണ്. പക്ഷേ മരസ്ക പതുക്കെ ഒരു ടീം ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചെൽസി സൈഡിൽ വന്നു. നമ്മൾ ജാക്സനെ പറ്റി കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കുറ്റം പറയാറുണ്ട്. കിട്ടിയ പല ചാൻസുകളും ജാക്സൺ മിസ് ചെയ്തു. പക്ഷേ ഇന്ന് കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കുക്കറയുടെ ഒരു കിഡിലൻ റണ്ണ് ലെഫ്റ്റ് വിങ്ങിലൂടെ വരുന്നു. പുള്ളി ആ ബോള് ജാക്സണിലേക്ക് എത്തിക്കുന്നു, ജാക്സൺ അത് ഫിനിഷ് ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നമ്മൾ ചെൽസി സൈഡിൽ നിന്ന് കണ്ടത്. 1-2 ഹാഫ് ചാൻസുകൾ പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. 65% പൊസിഷൻ ചെൽസിയുടെ കയ്യിലായിരുന്നു. കിഡിലൻ ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തു.
മിഡ്ഫീൽഡൊക്കെ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പാമർ ടീമിലേക്ക് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വന്നു എന്നുള്ള സൂചനകളാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ക്യാപ്റ്റനായിട്ടുള്ള എൻസോ ഫെർണാണ്ടസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. പുള്ളി ലീഡിങ് ഫ്രം ദി ഫ്രണ്ട് ഇന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീം ഗോളാണ് എൻസോയുടെ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പാമറുടെ ഒരു ഗോൾ വരുന്നു. 83 മിനിറ്റിൽ ആ ഗോളോടുകൂടി 3-0 ലീഡിലേക്ക് ചെൽസി വരികയാണ്. ഇവിടെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉനൈ എമറിയുടെ ടീമിൽ നിന്ന് പലപ്പോഴും കാണാറുള്ളത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടും കൗണ്ടറൊക്കെയാണ്. ഒലി വാട്കിൻസിന് 1-2 ഹാഫ് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ ഇന്ന് ആസ്റ്റൺ വില്ല വളരെ വളരെ പോരായിരുന്നു. കിട്ടിയ പല ചാൻസുകളും അവർ മിസ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു ടോപ്പ് 4 തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടൈറ്റിൽ ചലഞ്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. കാരണം സിറ്റി ആയാലും ആർസണൽ ആയാലും അല്ലെങ്കിൽ ലിവർപൂൾ ആയാലും ഒരു പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഒരു മിക്സിൽ ഇപ്പോൾ ചെൽസി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി ഒരു 15 ഗെയിംസും കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെൽസി ടൈറ്റിൽ ചലഞ്ചിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. മരസ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഓഫ് പ്ലേ, ഒരു ടീം ബിൽഡിംഗ് സെഷനാണ് ഈ മത്സരത്തിലുടനീളം നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ സ്ട്രൈക്കർ ആര് കളിക്കണം, ഏതൊക്കെ പ്ലേയേഴ്സ് ഏതൊക്കെ പൊസിഷനിലാണ്, ഫസ്റ്റ് 11-ൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, ഡിഫെൻസീവ് സോളിഡ് ആയിട്ടുള്ള ഒരു ഡ്രില്ലൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പണ്ട് പല മിസ്റ്റേക്കുകളും പല ഏരിയയിലും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലീൻ ഷീറ്റുകളും വരാൻ തുടങ്ങി. എന്തായാലും ബ്രില്യൻ പെർഫോമൻസ് ഫ്രം ചെൽസി. ഈ മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.